നമസ്കാരം. അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഭാരതത്തിൽ കളിച്ചത് വലിയൊരു ഫൗളാണ്. യഥാർത്ഥത്തിൽ മാർക്കോ റൂബിയോ എന്ന അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അതായത് ഭാരതത്തിലെ വിദേശകാര്യമന്ത്രിക്ക് തത്തുല്യമായ പദവി വഹിക്കുന്ന ആൾ, ഭാരതത്തിൽ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ദില്ലിയിലാണ് പോകേണ്ടത്. ദില്ലിയിൽ ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം മറ്റെവിടെയെങ്കിലും പോകേണ്ടത്. പക്ഷേ മാർക്കോ റൂബിയോ നേരെ പോയത് കൽക്കട്ടയിലേക്കാണ്. അതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. കൽക്കട്ടയിൽ എവിടെയാണ് പോയത്? മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനത്താണ് പോയത്. യഥാർത്ഥത്തിൽ മാർക്കോ റൂബിയോ കൽക്കട്ടയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനത്ത് എത്തിയത് FCRA ഭേദഗതി വിഷയത്തിൽ ഭാരതത്തിന് നേരെ കണ്ണുരുട്ടി കാണിക്കാനും ഭാരതത്തെ പേടിപ്പിക്കാനുമാണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. നമ്മളുടെ ദേശീയ മാധ്യമങ്ങൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി എടുത്തിട്ടുമുണ്ട്. പക്ഷേ കാര്യങ്ങൾ അത്ര ലളിതമല്ല എന്നും, യഥാർത്ഥത്തിൽ FCRA വിഷയങ്ങൾക്കപ്പുറം മാർക്കോ റൂബിയോയുടെ സന്ദർശനത്തിൽ ഭാരതം ശ്രദ്ധിക്കേണ്ട, ഭാരതം ഇരുന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുമുള്ള വിവരം പ്രേക്ഷകരോട് പങ്കുവെക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ മാർക്കോ റൂബിയോ ഭാരതത്തിൽ വന്നതും മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ FCRA നിയമലംഘനങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷണറീസ് ഓഫ് ചാരിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 70 വർഷമായിട്ടോ മറ്റോ കൽക്കട്ടയിൽ പ്രവർത്തിക്കുന്നതാണ്. മദർ തെരേസ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ്. നിരവധി NGOസും നിരവധി പ്രോഗ്രാംസും ഒക്കെ അതിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ 2014 വരെ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് വന്നുകൊണ്ടിരുന്ന ഫോറിൻ ഫണ്ടിങ്, അത് മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് മാത്രമല്ല, ഇങ്ങനെ നിരവധി 5000, 6000 സംഘടനകളുണ്ട്. ഈ സംഘടനകൾക്കൊക്കെ വന്നിരുന്ന ഫോറിൻ ഫണ്ട് സംബന്ധിച്ച് കാര്യമായ ഒരു ശ്രദ്ധയോ അല്ലെങ്കിൽ ഒരു സർക്കാർ റെഗുലേഷനോ നിയന്ത്രണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പേരിനുണ്ടായിരുന്നു, നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറമായിരുന്നു കാര്യങ്ങൾ. ഒരു കൃത്യമായ ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ പോലും ഇതിൻ്റെയൊക്കെ മറവിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ഒന്ന് പിടിച്ച് കെട്ടണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അതിനൊരു FCRA ഭേദഗതി നിയമമല്ല ആദ്യം കൊണ്ടുവന്നത്. അതിനു മുമ്പ് 2016 കേന്ദ്ര സർക്കാർ ഇൻ്റലിജൻസ് ഏജൻസിയുടെ, അതായത് IBയുടെ റിപ്പോർട്ട് കാര്യമായിട്ട് ഈ വിഷയത്തിൽ എടുക്കാൻ തുടങ്ങി. അതുവരെയും FCRA നിയമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒറ്റ പ്രാവശ്യം വന്നാൽ പോലും അതിന് IBയുടെ വെരിഫിക്കേഷൻ, IBയുടെ അന്വേഷണമൊക്കെ വളരെ ആവശ്യമുള്ളത് എന്ന നിലയിൽ നിയമത്തിൽ എഴുതി വച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊന്നും കാര്യമായിട്ടൊന്നും ആരും പാലിച്ചിരുന്നില്ല. ഇപ്പോൾ ആ നിയമം കർക്കശമാക്കി 2016 ശേഷം IBയുടെ റിപ്പോർട്ട്, അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട്, എവിടെ നിന്ന് ഫണ്ട് വരുന്നു, എങ്ങനെ അത് വിനിയോഗിക്കുന്നു, ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ സർക്കാർ ശ്രദ്ധ വന്നപ്പോഴാണ് പല സംഘടനകൾക്കും അവരുടെ FCRA ലൈസൻസ് നഷ്ടപ്പെട്ടത്. നമ്മളുടെ ഈ പറയുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റിക്കും ഒരു ചെറിയ കാലയളവിൽ 2021-22 കാലയളവിൽ ഈ FCRAയുടെ ലൈസൻസ് റദ്ദാക്കുകയല്ല, സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം അത് തിരിച്ച് കൊടുക്കുകയും ചെയ്തു. വലിയ ബഹളമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മമതാ ബാനർജി തന്നെ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നവർ ബംഗാളിലെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അവരൊക്കെ രംഗത്ത് വന്നു, വലിയ ബഹളമായി, അതൊരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് മാറി. പക്ഷേ അന്ന് അത് സസ്പെൻഡ് ചെയ്യാനുണ്ടായ കാരണം കൂടെ നമ്മൾ അറിയണം. ഒന്ന്, ഓഡിറ്റിലെ ഇറഗുലാരിറ്റീസാണ്. ഓഡിറ്റ് കൃത്യമായിട്ട് പാലിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതും, അതുപോലെ ഗുജറാത്തിൽ ബാലികാ സദനത്തിൽ നടന്ന കൺവേർഷൻ, അതായത് മതപരിവർത്തനത്തിന് വേണ്ടി ചെറിയ പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നുള്ള ആരോപണവും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എന്തായാലും തൽക്കാലത്തേക്ക് അന്ന് ആ ലൈസൻസ് ഇല്ലാതാക്കി, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു. അത് വീണ്ടും റെസ്റ്റോർ ചെയ്തു. അന്ന് റെസ്റ്റോർ ചെയ്ത ലൈസൻസ് ഈ ഡിസംബർ 2026 അവരുടെ തീരുകയാണ്. ആ ലൈസൻസ് വീണ്ടും കിട്ടുമോ, അല്ലെങ്കിൽ തുടർന്ന് അത് ലഭിക്കുമോ, അതിന് നീട്ടിക്കിട്ടുമോ എന്നൊന്നും ആർക്കും യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ മിഷണറീസ് ഓഫ് ചാരിറ്റി അല്പം ആശങ്കയിലാണ്. ഈ ആശങ്കയ്ക്ക് കാരണം എന്താണ്? ഈ ആശങ്കയ്ക്ക് കാരണം വളരെ കൃത്യമാണ്. അതായത് FCRAയുടെ പുതിയ ഭേദഗതി നിയമപ്രകാരം ലൈസൻസ് ഇല്ലാതാകുകയോ ലൈസൻസ് റദ്ദാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ സംഘടനകളുടെ ആസ്തികൾ പിടിച്ചെടുക്കാൻ സർക്കാരിന് അവകാശം ഉണ്ടാകും. സർക്കാരിൻ്റെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അല്ല, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലോ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന സമിതികൾക്കോ ഒക്കെ ആ സ്ഥാവര ജംഗമ വസ്തുക്കൾ പോകാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള FCRA ഫോറിൻ ഫണ്ട് വരുന്നത് തന്നെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉണ്ടാക്കാനല്ല, മറിച്ച് ഇവിടെ ചാരിറ്റി ചെയ്യാനാണ് എന്നാണ് സങ്കല്പം. പക്ഷേ അതൊന്നും ആരും ചെയ്യുന്നില്ല. എല്ലാവരും പറമ്പും
ഭൂമിയും കെട്ടിടങ്ങളും ഒക്കെ പലരും വാങ്ങിക്കൂട്ടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പോകുമെന്നുള്ള ആശങ്ക പലർക്കും ഉണ്ട്. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ മാത്രം ആശങ്കയല്ല. 5000 6000 NGOസിന് ഇങ്ങനെയുള്ള ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അവർക്ക് വലിയ ആശങ്കയുണ്ട്. അവർക്കൊക്കെ ഫോറിൻ ഫണ്ട് വരുന്നുണ്ട്. ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് 2022 വരെയുള്ള കണക്കുകൾ ഞാൻ നോക്കിയപ്പോൾ 75 മുതൽ 100 കോടി വരെയാണ് ഒരു വർഷം വന്നുകൊണ്ടിരുന്ന പണത്തിൻ്റെ, അതായത് യു എസിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അതിൽ ചെറിയ തുകകളിലൊക്കെ മറ്റുള്ളവർക്കും വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം സ്ഥാവര ജംഗമ വസ്തുക്കളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഭീഷണിയുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ തീർച്ചയായിട്ടും അതിനൊരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുതന്നെയാണ് ഈ ആശങ്കയുടെ പ്രധാന കാരണം. പക്ഷേ മാർക്കോ റൂബിയോയെ പോലെ അമേരിക്കയുടെ US സ്റ്റേറ്റ് സെക്രട്ടറി, അദ്ദേഹം വെറും ഒരു പൊളിറ്റീഷ്യൻ മാത്രമല്ല, ഒരു പക്ഷേ 2028 പ്രസിഡൻ്റ് എലക്ഷൻ അമേരിക്കയിൽ നടക്കുമ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കൂടിയാവാൻ സാധ്യതയുള്ള ആളാണ്. അപ്പോൾ ചെറിയ ആളല്ല, ട്രംപിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്. ഒന്നുകിൽ JD വാൻസോ അല്ലെങ്കിൽ മാർക്കോ റൂബിയോ ആയിരിക്കും അടുത്ത അമേരിക്കയിലെ റിപ്പബ്ലിക് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നേരെ അമേരിക്കയിൽ നിന്ന് വിമാനം കയറി കൽക്കട്ടയിൽ വന്നിറങ്ങുകയും കൽക്കട്ടയിൽ നേരെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ പോവുകയും ചെയ്തപ്പോൾ ഇത് നാച്ചുറലി ഈ ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഭാരതത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്താനാണെന്നാണ് നമ്മളുടെ മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ കരുതുന്നത്. പക്ഷേ കാര്യങ്ങൾ അത്ര ലളിതമല്ല എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ പിന്നിൽ വേറൊരു വലിയ അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ ഈ പറയുന്ന NGOസും ഇതുപോലെയുള്ള സംഘടനകളും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ അജണ്ട? ആ അജണ്ട വളരെ കൃത്യമായിട്ട് ഒരാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ആളാരാണെന്നറിയാമോ? ബംഗ്ലാദേശിൻ്റെ പഴയ പ്രസിഡൻറ്റ്, ഇപ്പോൾ ദില്ലിയിൽ ഒളിവിൽ താമസിക്കുന്ന ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്ക ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മയാൻമാറിലും ബംഗ്ലാദേശിലും ഒരു വലിയ ചെലന്തി വല വിരിക്കുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിനെ ഒരു ചട്ടുകമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും മയാൻമാറിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ചില ഭാഗങ്ങളും ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യമുണ്ടാക്കാൻ അമേരിക്കയും അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റും ശ്രമിക്കുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത്. താൻ അതിന് കൂട്ടുനിന്നില്ല. അതുപോലെ സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് അത് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യത്തിനും താൻ കൂട്ടുനിന്നില്ല. അത് നിൽക്കാത്തത് കൊണ്ടാണ് തന്നെ പുറത്താക്കിയതെന്ന് ഷെയ്ഖ് ഹസീന തുറന്നടിച്ചിട്ടുണ്ട്. ജനുവരി 2024 അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ അവരെ ബന്ധപ്പെടുകയും നിങ്ങൾ സെയിൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ നിങ്ങളെ ജയിപ്പിക്കാമെന്ന് പറയുകയും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അതിന് ഷെയ്ഖ് ഹസീന സമ്മതിക്കാത്തതുകൊണ്ട് പിന്നീട് നടന്നത് ചരിത്രമാണ്. അവരെ ഓഗസ്റ്റിൽ വലിയ പ്രക്ഷോഭമുണ്ടായി. ആ പ്രക്ഷോഭത്തിൽ അവരെ പുറത്താക്കി. അതിനുശേഷം അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഏജൻ്റെന്ന് തന്നെ പറയാവുന്ന മുഹമ്മദ് യൂനസിനെ അവിടെ താൽക്കാലിക ഭരണാധികാരിയാക്കുകയും ചെയ്തു അമേരിക്ക. അപ്പോൾ അമേരിക്കയുടെ ഈ ഒരു സ്കീം, ഈ ഒരു പദ്ധതി അത്ര ചെറിയ പദ്ധതിയല്ല. അതിലൊരു പ്രധാന ഭാഗം വഹിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന തട്ടകമെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ഇനി ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അമേരിക്ക ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത ഒരു ഇലക്ഷനായിരുന്നു ബംഗാളിൽ നടന്നത്. സാധാരണ ഇന്ത്യയിൽ എപ്പോഴും ഇലക്ഷനാണ്. ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളുണ്ട്, കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനുണ്ട്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പിലും വിദേശ രാജ്യങ്ങൾ അങ്ങനെ കാര്യമായിട്ട്, ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒഴിച്ച് വിദേശ രാജ്യങ്ങൾ ഒരിക്കലും കാര്യമായി ഒരു താല്പര്യവും എടുക്കാറില്ല. പക്ഷേ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തു എന്ന് മാത്രമല്ല, BJP അവിടെ ജയിച്ചപ്പോൾ പ്രസിഡൻറ്റ് ട്രംപ് തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ വിളിച്ച് ബംഗാളിലെ ജയത്തിന് അഭിനന്ദനം അർപ്പിക്കുകയും ചെയ്തു. എന്താണ് ബംഗാളിൻ്റെ കാര്യത്തിൽ പ്രസിഡൻറ്റ് ട്രംപിന് ഇത്ര താല്പര്യം ഉണ്ടാകാൻ കാരണം? അതിന് കാരണം അമേരിക്കയുടെ ഈ വലിയ പദ്ധതിയാണ്. ഈ പദ്ധതി കൊണ്ട് അമേരിക്ക വലിയ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കം ഓൾറെഡി നടന്നു കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് യൂനസിനെ
താൽക്കാലിക ഭരണാധികാരിയായി ബംഗ്ലാദേശിൽ നിയമിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ആദ്യ ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ അതിന് ശേഷം കണ്ടതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നേപ്പാളിന് പിന്നാലെ അമേരിക്കൻ CIA ഒരു വലിയ പ്രവർത്തന മേഖലയായി ഡാക്ക മാറി. അമേരിക്കയുടെ ഒരു CIA ഏജൻ്റ് എന്ന് തന്നെ വിളിക്കാവുന്ന ഒരാൾ അവിടെ മരണപ്പെട്ടതും അയാളോടൊപ്പം വന്ന പലരും അവിടുത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ, ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മ്യാൻമാറിലെയൊക്കെ തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്നതുമൊക്കെ നിരവധി വാർത്തകളിൽ വന്നു. ഏറ്റവും അവസാനം ഈ മാർച്ച് 2026 ഒരു അമേരിക്കൻ നാഷണലിനെ NIA ഭാരതത്തെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അയാളോടൊപ്പം കുറേ 7-8 ഉക്രൈനിയൻ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ഇവരുടെ ദൗത്യവും മറ്റൊന്നല്ല, ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭീകരവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മേഖല സംഘർഷഭരിതമാക്കി നിലനിർത്താൻ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ട്. അതിൻ്റെ ഒരു ബേസായിട്ട് അമേരിക്ക കാണുന്നത് ഈ പറയുന്ന ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിലൂടെ ഈ പണി തുടങ്ങി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായ ഒരു പദ്ധതിയാണ്, പോളിസിയാണ്. അതിനു വേണ്ടിയുള്ള തട്ടകങ്ങളായി അല്ലെങ്കിൽ ചവിട്ടി നിന്നുകൊണ്ട് ഈ പണിയെടുക്കാനുള്ള പ്രദേശങ്ങളായിട്ടാണ് അമേരിക്ക ബംഗാളിനെയും അതേപോലെ ബംഗ്ലാദേശിനെയും ഒക്കെ കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു ബേസ് അവർക്ക് അവിടെ ഉണ്ടായാൽ ഭാരതത്തിന് വലിയ തലവേദനയാകും, ചൈനയ്ക്ക് വലിയ തലവേദനയാവും, മ്യാൻമാറിന് വലിയ തലവേദനയാവും. അപ്പോൾ എന്ന് മാത്രമല്ല, ഈ പ്രദേശത്തെ കടലിൻ്റെ നിയന്ത്രണം കൂടി അമേരിക്കയ്ക്ക് ഏറ്റെടുക്കാൻ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സെയിൻറ്റ് മാർട്ടിൻസ് ഐലൻഡിനോടുള്ള ഇത്രയും വലിയ ആക്രാന്തം കാണിക്കുന്നത്. അപ്പോൾ ഈ മേഖല മുഴുവൻ അവരുടെ കയ്യിലാവും. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക, മണിപ്പൂർ. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു, മണിപ്പൂരിലെ പ്രശ്നം അവസാനിക്കാത്തതിൻ്റെ പിന്നിൽ അമേരിക്കയും ചൈനയും ഒക്കെ ഉണ്ട്. അമേരിക്കയുടെ ഒരു പ്രധാന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂരിലെ പ്രകൃതിവാതകത്തിൻ്റെയും ഓയിലിൻ്റെയും ഒക്കെ റിസർവാണ്. അത് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ ഖനനം ചെയ്തിട്ടില്ല കാര്യമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഖനനം നടന്നു കഴിഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു വലിയ ഊർജ്ജമായിരിക്കും അങ്ങനെയൊന്ന് നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ മണിപ്പൂരിനെ അശാന്തമാക്കി നിർത്തുക. അപ്പോൾ ഈ തുരപ്പൻ പണിയൊക്കെ എടുക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു ശക്തമായ ബേസ് ഈ പ്രദേശത്ത് ആവശ്യമുണ്ട്. അത് ബംഗ്ലാദേശ് പോരാ, ഒരു രാജ്യം തന്നെ കിട്ടാനുള്ള സാധ്യതയാണ് അമേരിക്ക കാണുന്നത്. ഇനി ഇതിനോട് ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ഇതിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി പോലെയുള്ള ചാരിറ്റി ഓർഗനൈസേഷൻസ് എങ്ങനെ വരുന്നു, അതിനും ഒരു ചരിത്രമുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസ നടത്തിയ സ്ഥാപനം, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീകൾ നടത്തുന്ന സ്ഥാപനമൊക്കെ ഇത് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ CIA ക്രിസ്ത്യൻ മിഷണറീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങൾ അന്യരാജ്യങ്ങളിൽ നടത്തുന്നതിനും ഒരു കൃത്യമായ ചരിത്രമുണ്ട്. അമേരിക്കയുടെ ഒരു വലിയ പ്രത്യേകത, അവരുടെ ഇൻ്റലിജൻസ് ഓപ്പറേഷൻസ് ഒരു സമയം കഴിയുമ്പോൾ അവർ പബ്ലിക് ഡൊമൈനിൽ ഇട്ട് കൊടുക്കും, അത് പ്രസിദ്ധീകരിക്കും. അങ്ങനെ നോക്കുമ്പോൾ 1975-76 ഘട്ടത്തിൽ US സ്റ്റേറ്റ് റിപ്പോർട്ട് ഓൺ ചർച്ച് കമ്മിറ്റി എന്നൊരു റിപ്പോർട്ടുണ്ട്. ഇത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ആ സമയത്ത് അവിടെ മിഷണറീസിനെ ഉപയോഗിച്ച് ലാറ്റിൻ അമേരിക്കയിലെ, ആഫ്രിക്കയിലെ, ഏഷ്യയിലൊക്കെ ഇവർ നടത്തിയ ഓപ്പറേഷൻസ്, അതായത് വിവരശേഖരണം, വിധ്വംസക പ്രവർത്തനങ്ങൾ, ഭരണകൂടത്തെ അട്ടിമറിക്കുക, രാജ്യത്ത് അന്തഃഛിദ്രം ഉണ്ടാക്കുക, ഇത്തരം എല്ലാ പണികൾക്കും മിഷണറീസിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ സമ്മതിച്ച ചരിത്രമുണ്ട്. അതിൻ്റെ രേഖകൾ അവൈലബിളാണ്. ഇനി ആധുനിക കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനുണ്ട്, ഹ്യൂമാനിറ്റേറിയൻ ഇൻ്റർനാഷണൽ സർവീസ് ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ പേര്. HISG എന്നാണ് അതിൻ്റെ പേര്. ഈ ഓർഗനൈസേഷൻ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെയും അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെയും ഒരു മുഖമാണ് എന്നും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഫണ്ട് ഈ HISGയിലേക്ക് പോയി അവിടെ നിന്ന് പല രാജ്യങ്ങളിലേക്ക്, പല സംഘടനകളിലേക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സംഘടനകളിലേക്ക് പോകുന്നുണ്ട് എന്നും ഇതെല്ലാം അമേരിക്കയുടെ താൽപ്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് എന്നും ആരോപണമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക മിഷണറീസിനെ ഉപയോഗിച്ച് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയ ചരിത്രമുണ്ട്, ഇപ്പോഴും തീർച്ചയായിട്ടും നടത്തുന്നുണ്ടാവും. കാരണം മാനസാന്തരം വന്ന് ഇതൊന്നും വേണ്ട എന്ന് വെക്കുന്ന ഒരു രാജ്യമൊന്നുമല്ലല്ലോ അമേരിക്ക.
അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളും കൂടെ നിങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ചിത്രം പിടികിട്ടും. പിന്നെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ വന്നു, സംസാരിച്ചു. അദ്ദേഹം അവിടെ വലിയ സമയം തന്നെ ചിലവഴിച്ചു. നിർമ്മലാ ഭവൻ എന്ന് പറഞ്ഞ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ പോയി. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ദില്ലിക്ക് പോയ ശേഷം മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രതിനിധികൾ മുൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പോയി കണ്ടതായിട്ടും റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തൊക്കെയോ അടിയിൽ നടക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ സംശയം ഇത്രയും കാലം ഈ ഒരു നെറ്റ്വർക്കാണ് ബംഗാൾ ഭരിച്ചിരുന്നത് എന്ന് തന്നെയാണ്. ഒരു പക്ഷേ മമതാ ബാനർജിയുടെ നയങ്ങളും രീതികളും പ്രയോറിറ്റീസും അവരുടെ പ്രോഗ്രാംസും ഒക്കെ നിശ്ചയിച്ചിരുന്നത് ഒരു പക്ഷേ മറ്റാരൊക്കെയോ ആവാം. ഇതുപോലെയുള്ള നെറ്റ്വർക്കിൻ്റെ പിടിയിലായിരിക്കണം മമതാ ബാനർജി ഇത്രയും കാലം പ്രവർത്തിച്ചത്. കാരണം അവർക്ക് ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്, ആ സപ്പോർട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബംഗാളിലെ BJPയുടെ വിജയം ഇതിനെയെല്ലാം അട്ടിമറിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവിടുത്തെ രീതികളും അവിടുത്തെ ഇവരുണ്ടാക്കി കെട്ടിപ്പൊക്കിയ ആ സാമ്രാജ്യവും തകർന്നു വീണിരിക്കുകയാണ്. ഒരു പക്ഷേ ആ അങ്കലാപ്പും ആശങ്കയുമാണ് ഈ മാർക്കോ റൂബിയോയെ അവിടെ എത്തിച്ചത്. അമേരിക്ക ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ചെലന്തിവല കെട്ടുന്നതിൽ അമേരിക്കയ്ക്കുണ്ടായ തടസ്സം അമേരിക്കയെയും അലസോരപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും യുദ്ധം യഥാർത്ഥത്തിൽ തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയായിരിക്കും ബംഗാളിലും നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അമേരിക്ക അവരുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസി അവരുടെ ഏറ്റവും നാറിയ കളികൾ കളിക്കാൻ പോകുന്നത്. വലിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ആ സംഘർഷങ്ങളുടെ പേരിൽ ഭാരതത്തിൻ്റെ പേര് അന്താരാഷ്ട്ര തലത്തിൽ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ കരിവാരി തേക്കാനോ ഉള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തോതിൽ പീഡനം നേരിടുന്നു, വലിയ തോതിൽ അവർ ആക്രമിക്കപ്പെടുന്നു, പള്ളികൾ തകർക്കുന്നു എന്നൊക്കെയുള്ള പ്രൊപ്പഗൻഡ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമാകും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് മാർക്കോ റൂബിയോയുടെ ഈ വിസിറ്റ്. അത് FCRA നിയമത്തിൻ്റെ പേരിൽ കണ്ണുരുട്ടാൻ വേണ്ടി മാത്രമല്ല. നമസ്കാരം.